ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അത് എൻ്റെ തന്നെ റെസിപ്പി ആയിട്ടുള്ള സാധനം നമുക്ക് പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കാം. ഇതിനൊക്കെ ആദ്യം വേണ്ട സാധനം ഓറിയോ ആണ്. ഞാനിപ്പോൾ 3 പാക്കറ്റ് ഓറിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഡയറി മിൽക്ക്, പിന്നെ നമുക്ക് ചുമ്മാ ഭംഗിക്ക് ഇച്ചിരി ജെംസ്, അതൊക്കെ മതി നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്കിതിൽ മുട്ട, ഓവൻ ഇതൊന്നുമില്ല, നമ്മളിതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഓറിയോ ആണ് നമ്മുടെ മെയിൻ. നമ്മൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ബിസ്ക്കറ്റും ക്രീമും വേറെ വേറെ ആക്കി എടുക്കാം. ഇങ്ങനെ നമുക്കിത് ഫുള്ളാക്കണം അല്ലേ? ഈ പാക്കറ്റിലെ ഫുള്ള് അപ്പോൾ ഗയ്സ്, നമ്മൾ ക്രീം വേറെ ബിസ്ക്കറ്റ് വേറെ ഇട്ട് വെച്ചിട്ടുണ്ട്. ക്രീം നമുക്ക് പിന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യും, അപ്പോൾ നമുക്ക് ഇടാം. ഇത് നമുക്ക് ഇനി പോയിട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വല്ലതും പൊടിയാനുണ്ടോ? പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി വരുന്നില്ല, അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇത് പൊടിച്ച് ഫുൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടിക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പം നമ്മൾ അതേ മിക്സിയിൽ തന്നെ പഞ്ചസാര ഇട്ട് പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ പോകണം. ഓക്കെ ഗൈസ്, പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരുമിച്ച് പൊടിച്ചാൽ പോരെ? മറന്നുപോയി ഗൈസ്, ഒരാൾ കഴിക്കാനുള്ള ഇതിൽ ഒരുമിച്ച് പൊടിക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 3 പാക്കറ്റ് ഓറിയോ പൊട്ടിച്ചതിൽ ഒരു 2.5 പാക്കറ്റ് ഓറിയോയെ പൊടിഞ്ഞത് ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കി ഈ ആള് തിന്ന് തീർത്തു. അതാണ് സത്യം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രസമല്ലേ കാണാൻ? ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി ഇത് നമുക്ക് പാലൊക്കെ വെച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാലെടുത്തിട്ട് വരാം. ഗയ്സ്, നമുക്കിനി പാലൊഴിച്ചു കൊടുക്കാം. പാല് ചേർക്കാം. പാലിനൊക്കെ അളവ് എന്തോരാ? അങ്ങോട്ട് ഒഴിക്കുക. ഏകദേശം കേക്കിൻ്റെ ഒക്കെ മിക്സിൻ്റെ പാകമാകുമ്പോൾ അതിടയ്ക്ക് ഇങ്ങനെ ഒഴിക്കുക ഇളക്കുക അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സെറ്റായിക്കോളും. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. ഇത് നമ്മൾ ഇതിന് മുമ്പ് ട്രൈ ചെയ്തതാണ് വീട്ടിൽ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഷർട്ട്? അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അതുകൊണ്ടാണ് രണ്ടാമതും കേക്ക് ഉണ്ടാക്കാം, ഓറിയോ വാങ്ങിക്കോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാങ്ങിക്കാൻ സമ്മതിച്ചത്. കാരണം അന്ന് ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് എഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടാവും. എന്നുവെച്ചാൽ അത്ര മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കിൻ്റെ അത്രയും സോഫ്റ്റ്നെസ് ഒന്നും കാണില്ല. അത്രയും ഒരു ഇത് പ്രതീക്ഷിക്കരുത്. പക്ഷെ എന്നാലും നമുക്ക് ഒരു കൊക്കിലൊതുങ്ങാവുന്നൊരു കേക്ക് അത് നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. അതായത് ചോക്ലേറ്റ് കഴിക്കണം എന്ന് തോന്നുന്നവർക്ക് കഴിക്കാൻ പറ്റുന്നൊരു കേക്കായിരിക്കും. ഇതും അടിപൊളിയായിരിക്കും ഗയ്സ്. ആരാ ഉണ്ടാക്കുന്നേ? അതിൻ്റെ ഒന്നല്ല, അത് ആ ഓറിയോയുടെയും പഞ്ചസാരയുടെയും ഡയറി മിൽക്കിൻ്റെ ഒക്കെ ഗുണം ഗയ്സ്. നല്ല രസം. അതിങ്ങനെ ശരിക്കും മൈദയൊക്കെ ഇടണമെങ്കിൽ ഇടാം. ഇത് എൻ്റെ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. നമുക്ക് കേക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഇതിങ്ങനെ കഴിച്ചാലോ?
മിക്കവാറും അതുണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ പാൽ ഒഴിക്കണം. മാസ്റ്റർ ഷെഫ് പറ, എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. പാൽ മതി. അതും കൂടെ മിക്സ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കാണാൻ ഭംഗിയെന്ന് മാത്രമല്ല നല്ല ചോക്ലേറ്റിൻ്റെ മണം വരുന്നുണ്ട്. പാല് മിക്സ് ചെയ്തപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ എന്തോ വെച്ചിട്ട് ഗ്ലാസ്സിലൊക്കെ വെച്ച് മറ്റേ ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓറിയോ ഐസ്ക്രീം റെഡിയാണെന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കി വരികയാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ വേണേൽ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇവിടെ ട്രൈ ചെയ്യണില്ല. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യണ്ടോ? ശരിക്കും ബട്ടറൊക്കെ ആഡ് ചെയ്യുന്നു തോന്നുന്നുണ്ട്. എൻ്റെ കേക്കിൽ ഇതൊന്നുമില്ല. അത് നന്നായി. എൻ്റെ കേക്കിൽ ഓറിയോയും പഞ്ചസാരയും പാലും മാത്രമേ, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ഷേക്ക് ആവുന്നുണ്ട്. വേറെ ഒന്നുമല്ല ഗീസ്, ഭയങ്കര കൊതുകാണ്. കൊച്ചിയിൽ കൊതുകിൻ്റെ കാര്യം വളരെ പ്രശസ്തമാണ്. അപ്പം അത് കാരണം നല്ല കൊതുകാണ്. അപ്പോൾ നമ്മുടെ സാധനം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടില്ല. നമുക്കിത് പോയിട്ട് അമ്മയുടെ ഇഡലി പാത്രം എടുത്തിട്ട്. അപ്പം നമ്മളങ്ങനെ ഇഡലി പാത്രം എടുത്തിട്ടുണ്ട്. അമ്മ പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മോന് കരിക്കരുത്, പുതിയ ഇഡലി പാത്രമാണ്, നശിപ്പിക്കരുത് എന്നൊക്കെ. നമുക്ക് നല്ല തട്ടൊക്കെ വെച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അവള് ഇത് മിക്സ് ചെയ്തപ്പോൾ ഇതിനും ഉണ്ടായിരുന്നു കേസ്. ഇപ്പം ഇത് ഇത്രയേ ഉള്ളൂ. അവള് ഇടയില് മധുരം ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് അത് തീർന്നോണ്ടിരിക്കുക. ഇതിപ്പോൾ 15ാമത്തെ ടെസ്റ്റിംഗ് ആണ് അവളുടെ. ഇനി ടെസ്റ്റ് ചെയ്തത് മതി, നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് വേറൊരു പാത്രം കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേസ്. നമ്മൾ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനി അതങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലയിലാവും. ഇത് നല്ല രസമുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണ്ടേ, നല്ല ചോക്ലേറ്റി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ട്രൈ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു ഷേപ്പ്, അതായത് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോണേ. അപ്പം നമുക്ക് ക്യാഷ്ലെസ് കേക്ക് ആയതുകൊണ്ട് നമ്മൾ ബട്ടർ പേപ്പറൊന്നും വാങ്ങിക്കാനായിട്ട് മെനക്കെട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചുമ്മാ ബട്ടറൊന്ന് തടവിയാണ് കൊടുക്കണേ. പാത്രത്തിൽ ജസ്റ്റ് ബട്ടറൊന്ന് തടവിയിട്ട് നമുക്ക് ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യാൻ പോണേ. നമുക്ക് ബട്ടറൊന്ന് ചെറുതായിട്ട് തടവി കൊടുക്കാം. ഇത് എത്രത്തോളം ശരിയാവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. കാരണം സാധാരണ നോർമലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്ന ഒരു കേക്ക് ആയതുകൊണ്ട് ബട്ടർ പേപ്പർ ഇല്ല. നമുക്ക് എന്തായാലും നോക്കാം. അതെ, നോക്കാം. പിന്നെ നമ്മൾ തപ്പി വന്നു കഴിഞ്ഞപ്പം ഇച്ചിരി ബേക്കിംഗ് സോഡ കിട്ടി ഗൈസ്. കാരണം തീരാറായി സംഭവം, ഒരു ഇത്തിരി ഉള്ളൂ. അപ്പം നമുക്ക് അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇല്ലാണ്ടും ഉണ്ടാക്കാം. അതെ, ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നമ്മളെന്തായാലും ബേക്കിംഗ് സോഡ ഉള്ളത് കൊണ്ട് നമ്മൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇതിലോട്ട് ബേക്കിംഗ് സോഡ ഒഴിച്ച് മിക്സ് ചെയ്തു. അതുപോലെ ബട്ടറും നമ്മൾ നല്ലോണം പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ അതിലോട്ട് ഒഴിക്കണം. ഇത് ഏകദേശം കൺസിസ്റ്റൻസിക്ക് ഇങ്ങനെ ഒക്കെ ആവണം. അപ്പോൾ ഇത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല രസം ഇങ്ങനെ വീണ കാണാൻ. ബേക്കിംഗ് സോഡ ഒഴിച്ചതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഫ്ലഫി ആകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ശരിയാവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പം നമ്മൾ അതിലുള്ളത് ഫുള്ളി പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതൊന്നൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബാറ്റർ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി പാത്രത്തിലാണ് നമ്മളിത് ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചു, തട്ട് വെച്ചിട്ട് നമുക്ക് പാത്രം അതിലോട്ട് ഇറക്കി വയ്ക്കാം.
ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, ഇത് ആവി കയറ്റിയിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മുടെ കേക്കാണ് ഇവിടെ ഇരുന്ന് ആവണേ. വെയിറ്റിംഗ് ആണ്. അതേസമയം ഇവിടെ ഒരാൾ ബാക്കി വന്ന ബാറ്റർ തിന്നുകൊണ്ടിരിക്കുക. മധുരം ഉണ്ട് കേട്ടോ, നന്നായിട്ട്. അല്ല, എങ്ങനെ ഉണ്ടമ്മു? എന്താണ് അമ്മുൻ്റെ പ്രതീക്ഷ? ശരിയാവും തോന്നുന്നുണ്ടോ? അയ്യോ, സൂപ്പറാവും. എന്താണ് ഇത്ര ഒരു കോൺഫിഡൻസ് വരാനുള്ളൊരു കാരണം? അങ്ങോട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എത്ര മിനിറ്റ് വരും ഏകദേശം ആവാനായിട്ട്? ഒരു 10 മിനിറ്റ് ഉണ്ടാവോ? ഇതിങ്ങനെ കൂടും ഗൈസ്, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇടയ്ക്ക് തുറന്നു നോക്കുക. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് തുറന്നു നോക്കുക. എന്നിട്ടൊരു സ്റ്റിക്കോ എല്ലാം വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ആ സ്റ്റിക്കിലോട്ട് ആ ബാറ്റർ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ടില്ല ഉള്ളിലേക്ക്. അപ്പോൾ അതാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. മതി കഴിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആയിട്ട് കാണാം. ബായ്. ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം, അപ്പോഴത്തേക്കാവും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ പ്ലേറ്റിലോട്ടാണ് നമ്മൾ ഇത് മാറ്റണേ. അപ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ച് നമ്മൾ നേരെ തിരിക്കുക സാധനം. അപ്പോൾ ആ കേക്ക് വിട്ടു പോയോ എന്നുള്ളതാണ് നമുക്കൊരു സംശയം. ഒരു 2 മിനിറ്റ് അതവിടെ വെക്കാം നമുക്ക്. എന്നിട്ട് അതൊന്ന് ചൂടൊന്ന് ആറുമ്പോൾ അത് ഇട്ട് പോരും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഗൈസ്, നമ്മുടെ കേക്ക് അങ്ങനെ നല്ല ചൂടുള്ളത് വിട്ടു പോകുന്നുട്ടോ. ഓക്കെ, അതെ, പാത്രത്തിലൊന്നുമില്ല, കറക്റ്റായിട്ട് വിട്ടു പോകുന്നുണ്ട്. അതും ഫുള്ള്, അത് നല്ല സോഫ്റ്റ് കേക്കാണ്. കാണുമ്പോൾ തന്നെ അറിയാം സോഫ്റ്റ് ആണെന്ന്. ഇത് ഈ പാത്രം ഷേപ്പ്. അതെ, ആ ഒരു ഷേപ്പ് ഇട്ടിട്ട് നോക്ക്. ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന കേക്ക് അടിയിൽ. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്താ? ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം നമുക്ക്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തത് ഇനി ഡയറി മിൽക്ക് നമ്മൾ പൊട്ടിച്ചിടാൻ പോവാണ്. നമ്മൾ 3 ഡയറി മിൽക്കാണ് വാങ്ങിച്ചേക്കണേ. അപ്പോൾ അത് 3 പൊട്ടിച്ച് പീസാക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, 3ാമത്തെ ഡയറി മിൽക്ക് പൊട്ടിക്കുക. നമ്മൾ വെള്ളം ചൂടാറാൻ വേണ്ടിയിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്ന് ചൂടായിട്ട് നമുക്ക് പാത്രം അതിനകത്തേക്ക് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് മാത്രം ഇട്ടല്ല മെൽറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ഇട്ട നമ്മുടെ ആ ഓറിയോൻ്റെ ആ ക്രീം ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കഴിച്ചാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യണം എന്നാണ്. വെള്ളം ഇവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മറ്റേ ക്രീമും നമുക്കിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരുമിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരുമിച്ച് മെൽറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിത് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുള്ളി പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മെൽറ്റാക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇത് മെൽറ്റാക്കാൻ വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് വെള്ളം. നമുക്കിനി ഉള്ളതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയൊക്കെ ഇങ്ങനൊന്ന് സെറ്റാക്കി കൊടുക്കാം. വെള്ളം ചൂടാവണ അനുസരിച്ച് നമുക്കത് മെൽറ്റായി കിട്ടും. ചോക്ലേറ്റ് നമ്മൾ ഡയറക്റ്റ് തീയിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യാറില്ല, ഡബിൾ ബോയിൽ ചെയ്തെടുക്കാറാണ് പതിവ്. ഇപ്പം തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം അത്യാവശ്യം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് അല്ലേ? ഇനി ആ ക്രീമിൻ്റെയും കൂടെ ഉള്ളൂ.
കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആവാനുള്ളൂ. വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അതിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് അത്യാവശ്യം മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറിയിട്ട് വേണോ നമുക്ക് കേക്കിലോട്ട് ഒഴിക്കാൻ? അതോ ചൂടോടുകൂടി തന്നെ ഒഴിക്കാവോ? ഇച്ചിരി ചൂടാറിയിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഗാർണിഷ് പോലെ, അതായത് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കേക്കിൻ്റെ പുറമേ നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയേക്കണേ. അത് പോരാണ്ട് അതിൻ്റെ പൊക്കത്ത് നമ്മൾ വേറെ ഗാർണിഷ് ചെയ്യില്ലേ? അതെ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇച്ചിരി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി, നമ്മുടെ ഗാർണിഷ് ചെയ്യാനുള്ള സംഭവം റെഡിയായി. ഇനി നമുക്കിത് ഇതിലോട്ട് ഒഴിക്കാം. അത് അതിലോട്ട് വീഴുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഗൈസ്. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഇത് ആയതിൻ്റേതായിട്ടുള്ള സ്മെല്ലുണ്ട്. അതാ വെളുത്തായിട്ട് ഒഴുകി വീഴ് നോക്ക് ഗൈസ്. വാവ്, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇരുട്ടായി തുടങ്ങി, അതിൻ്റെയാണ് ലൈറ്റിൻ്റെ ഒരു ഇച്ചിരി ഇഷ്യൂ വന്നത്. നല്ല രസമുണ്ട് ഗൈസ്, സൂപ്പർ. നമുക്ക് ഈ കേക്ക് ഫുള്ള് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് എല്ലാം ചോക്ലേറ്റൊക്കെ ഒഴിച്ച് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ ചെറിയ ഗാർണിഷിങ് പരിപാടിയാണ്. നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായ ഓറിയോൻ്റെ ബാക്കി പൊടിച്ചത്, ആ ഓറിയോ പൊടിച്ചതിൻ്റെ ബാക്കി നമ്മൾ കുറച്ച് ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ചുമ്മാ വെറുതെ ഗാർണിഷിങ് ഇതൊന്നും ശരിക്കും വേണമെന്നൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഇച്ചിരി പൊക്കത്ത് ചുമ്മാ ഇച്ചിരി വെതറി കൊടുക്കാം ഒരു ഭംഗിക്ക്. അതെ. നമ്മൾ ഗാർണിഷിങ്ങിന് നമ്മൾ ഓറിയോൻ്റെ ആ പൊടിച്ചത് വാരി വെതറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പിന്നെ അടുത്ത ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചിരുന്ന ജെംസാണ്. ജെംസ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചുമ്മാ അടുത്ത അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ജെംസും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം നല്ല കളർഫുള്ളാവുമല്ലോ. ചുമ്മാ നമുക്ക് തന്നെ വെച്ച് കൊടുക്കാം. സെയിം തന്നെ വയ്ക്കില്ല, പല പല വെറൈറ്റി കളറുകൾ നമുക്ക് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ കിറ്റ് കാറ്റ് കേക്ക് എന്നൊക്കെ പറയണ പോലെ വേണമെങ്കിൽ ജെംസ് കേക്ക് എന്ന് വിളിച്ചോ. വിളിക്കാം. അതെ, ചോക്ലേറ്റ് കേക്ക് എന്ന് എപ്പോഴും പറയുന്ന പോലെ പറയാതെ നമുക്ക് വേണമെങ്കിൽ ജെംസ് കേക്ക് എന്ന് പറയാം. അതെ, പറയാൻ പറ്റില്ല. നമുക്ക് ഇതേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വേണം നമുക്ക് എൻ്റെ പോക്കറ്റ് പൊടിച്ചിടാം. പൊടിച്ചിട്ടേ ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കുറച്ച് ജംസും കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ച് ചെറുതായിട്ട് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചിട്ട് നമുക്കിങ്ങനെ നടുക്ക് വെച്ച് കൊടുത്താൽ ചുമ്മാ ഗാർണിഷിങ്. ഇത് ഗാർണിഷിങ്ങിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മളിതെല്ലാം ഇങ്ങനെ പീസാക്കി നമ്മൾ വേഗം കഴിക്കും. ചിലർക്ക് മധുരം പെട്ടെന്ന് കഴിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാം. അതെ, മാത്രം ഉണ്ടെങ്കിൽ ജെംസ് വേണം എന്നുള്ളതൊന്നും ഇല്ല. ഇതിപ്പോൾ നമ്മൾ വെറുതെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാണ് ചുമ്മാ ഇതിൻ്റെ നടുക്കായിട്ട് വെറുതെ ബ്ലാങ്ക് ഒക്കെ ഇട്ടുണ്ടല്ലോ വെച്ചിട്ട് നമുക്ക് പൊടിച്ച് ജെംസ് ബാക്കി വന്നപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ഇച്ചിരി ഇട്ട് കൊടുത്തു. പൊടിച്ചും കൂടി ഇട്ടു. കൊള്ളാം ഗൈസ്. പിന്നെ ഇതിനകത്തൊന്ന് ഫുൾ ചോക്ലേറ്റ് ആണ്, ഫുൾ ഒരു ചോക്ലേറ്റ് മയാണ്. അതെ, അപ്പം നമുക്ക് മൊത്തത്തിൽ നമ്മൾ ഫുൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് സെറ്റായി എന്ന് തോന്നി കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഇത് ചെയ്തിട്ട് വരാം. നമ്മുടെ കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റായിട്ടുണ്ട്.
സൂപ്പറാണോ? അടിപൊളിയാ? സോഫ്റ്റാ? എന്തേലും വാതർന്ന് പറ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതും ഫുൾ ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തൊക്കെയായാലും ഇഷ്ടപ്പെടും. കാരണം ഫുൾ ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ ടേസ്റ്റ്. ജംസ് നമ്മൾ കഴിക്കുകയാണെങ്കിലും ഓറിയോൻ്റെ ടേസ്റ്റും ആ ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റും ഇടയിൽ. നമുക്ക് ഇനി ഒരു പീസ് കഴിച്ചോ ഗൈസ്. ഓക്കെ, കഴിച്ചോക്കാൻ പോണ്. ഭയങ്കര സോഫ്റ്റ് അല്ലേ? സോഫ്റ്റ് ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഞെങ്ങുന്നുണ്ട്. നല്ലോണം സോഫ്റ്റാണ്. നല്ല മധുരമുണ്ട്. സൂപ്പർ ഐസ്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കേക്ക് ഇഷ്ടപ്പെടുന്നവർക്കും മധുരം തിന്നാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ സാധനം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല ചോക്ലേറ്റിയാണ്. സൂപ്പറായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇനിയും പരീക്ഷിക്കുന്നതാണ്. അതെ, അപ്പോൾ നമുക്കപ്പോൾ അടുത്ത വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാം. അതെ, ട്രൈ ചെയ്ത് നോക്കണം. വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി, വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരെ